ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു ആംപ്ലിഫയറൊക്കെ അസംബിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിൻ്റെ പ്രീ ആംപ്ലിഫയർ സെക്ഷനായിരിക്കും. ഒരു നല്ല പ്രീ ആമ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. അതിപ്പോൾ ആംപ്ലിഫയർ കുറച്ച് അത്രയ്ക്ക് വലിയ എഫിഷ്യൻസി ഇല്ല, അത്രയ്ക്ക് ലൗഡൊന്നും അല്ല, എന്തു തന്നെ ആയാലും അത് ആ ഒരു ആംപ്ലിഫയറിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രീ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിനെ അനുസരിച്ചിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല പ്രീയാമ്പ് കിട്ടാൻ വളരെ പ്രയാസമാണ്. ഇതിനു മുമ്പ് നമ്മൾ ഒരു 10-15 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ കാസറ്റൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഹെഡിൽ നിന്ന് വരുന്ന സിഗ്നലിനെ പ്രോസസ്സ് ചെയ്ത് നല്ല ക്വാളിറ്റി ഓഡിയോ തരാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു വിഭാഗത്തിലായിരുന്നു ഈ പ്രീയാമ്പുകൾ അന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കാസറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നിനെ USB ബ്ലൂടൂത്ത് മോഡിയോളോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ഡിവൈസിൽ നിന്ന് വരുന്ന ഓഡിയോയെ ഒന്നുകൂടെ ബെറ്റർ ആക്കി എടുത്ത് കൊണ്ടുവരാൻ പറ്റുന്നത് ബാസ്റ്റബിൾ ബോർഡുകളാണ്. അപ്പോൾ കൂടുതലും ഇപ്പോൾ ബാസ്റ്റബിൾ ബോർഡുകളൊക്കെയാണ് ഒരു പ്രീയാമ്പായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ബാസ്റ്റബിൾ ബോർഡിൻ്റെ ആ ഒരു എഫിഷ്യൻസി പോലെ ഇരിക്കും ആ ഓഡിയോ സിസ്റ്റത്തിൻ്റെ ഒരു പെർഫോമൻസും. ഓക്കെ, അപ്പോൾ അതുപോലെ നല്ല ബെസ്റ്റ് ക്വാളിറ്റി തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തുള്ള ഒരു അടിപൊളി 3-way ടോൺ കൺട്രോളിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ആ പ്രോഡക്റ്റ്. നല്ല ക്വാളിറ്റി ഓഡിയോ. അത് മാത്രമല്ല, ഈ ബോർഡും ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത് ഒരുപാട് പ്രത്യേകത ഉള്ളൊരു ബോർഡാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ബോർഡ്. ഈ ബോർഡിനകത്ത് 4 IC ഉണ്ട്. ഓരോരോ ഫംഗ്ഷനും ഓരോ IC ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. TL072 എന്ന് പറയുന്ന ഡബിൾ ഓപ്പാമ്പ് IC ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ICക്കും ഒരു പ്രത്യേകതയുണ്ട്. നല്ല ഹൈ ഗെയിൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ അങ്ങനെ ഓഡിയോ ക്ലിപ്പിങ്ങിലോ ഓവർ ഗെയിൻ വരുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തരാൻ പറ്റുന്ന ഒരു IC ആണ്. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണ ഏതൊരു ടോൺ കൺട്രോൾ ആയാലും നമ്മൾ ബാസ്, ട്രിബിള്, ബാസ്, മിഡ്, ട്രിബിള് അങ്ങനെയുള്ള 3-way ആണെങ്കിൽ ആ 3-way കൺട്രോള് നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ബാസ് കൂട്ടി, ട്രിബിള് കൂട്ടി, അപ്പോൾ അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയെങ്കിൽ ഏതൊരു ഇതുപോലത്തെ ടോൺ കൺട്രോൾ ബോർഡായാലും ബാസ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രിബിളിൻ്റെ തനിമ കുറച്ച് ബാസിലേക്ക് പോകും അല്ലേ. അതായത് നമ്മൾ ബാസും ട്രിബിളും കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ആ ഒരു സെറ്റിങ്സിൽ നമ്മൾ ഇതിൻ്റെ ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ ബാസ് അങ്ങൊന്ന് കൂട്ടുകയാണെങ്കിൽ അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ട്രിബിളിൻ്റെ ആ തനിമ കുറച്ചങ്ങ് മാറിയിട്ട് ഒരു ബാസിൻ്റെ ആ ഒരു എഫക്റ്റിലേക്ക് ചെറുതായിട്ടൊന്ന് മാറും. മിഡ് അഡ്ജസ്റ്റ് ചെയ്താലും അങ്ങനെ തന്നെയാണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മിഡ് കുറച്ച് കേട്ടി കഴിഞ്ഞാൽ ആ ട്രിബിൾ ഫ്രീക്വൻസിയുടെ ആ റേഞ്ചില്ലേ, ആ ട്രിബിൾ ഫ്രീക്വൻസിയുടെ ആ റേഞ്ച് അത് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. അങ്ങനെ തന്നെ നിന്നിട്ട് ആ മിഡാണ് കൂട്ടണമെങ്കിൽ ആ മിഡിലുള്ള ഫ്രീക്വൻസികൾ മാത്രമേ അത് അഡ്ജസ്റ്റ് ആവുള്ളൂ. അത് ബാസ് ആണെങ്കിൽ ആ ബാസിൻ്റെ ആ റേഞ്ചിലുള്ള ആ ഫ്രീക്വൻസി മാത്രമാണ് ഈ ബോർഡ് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ആവുള്ളൂ. അപ്പോൾ നോർമൽ ഒരു ബാസ്റ്റബിൾ ബോർഡിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ബാസ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിബിളിൻ്റെ തനിമയും ബാസിലേക്ക് പോവും. മിഡ് ആണെങ്കിൽ കൂട്ടണമെങ്കിൽ ആ ട്രിബിളിൻ്റെ ആ തനിമ മിഡിലേക്കും പോവും. ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ല. വളരെ ക്ലീനായിട്ട് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഇതിനകത്ത് 0 നോയ്സാണ്. യാതൊരു നോയ്സും അൺവാണ്ടഡ് നോയ്സും ഒന്നും ഇതിനകത്ത് വരത്തില്ല. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് 12 ആണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വോൾട്ടേജ്. അതായത് 12 വോൾട്ട് ഡ്യുവൽ സപ്ലൈ. അത് റെഗുലേറ്റഡ് പവർ സപ്ലൈ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ എല്ലാം കെൽട്രോണിൻ്റെ കപ്പാസിറ്റേഴ്സാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു പ്രത്യേകത ഈ ബോർഡിനുണ്ട്. അതായത് ഈ ബോർഡ് ഞാൻ ഒരുപാട് നാൾ മുമ്പ് ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ ചില കമ്പോണൻറ്റ് കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ ഡിലേ ആയി പോയതാണ്. ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് കണ്ടില്ല, ഞാൻ കാണിച്ചു തരാം. ഈ ചെറിയ ഈ കപ്പാസിറ്റേഴ്സ്, ഈ കാണുന്നതെല്ലാം ഇതെല്ലാം ടാൻറ്റലം കപ്പാസിറ്റേഴ്സാണ്.
ഭൂമിയിലെ ഏറ്റവും ദൗർലഭ്യമായ മൂലകത്തിൽ ഒന്നാണ് ടാൻറ്റലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാൻറ്റലം കപ്പാസിറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ടാൻറ്റലം കപ്പാസിറ്റർ കിട്ടാൻ ഭയങ്കര പാടാണ്. ഒന്ന്, വളരെ റെയർ ആയിട്ടുള്ള മൂലകമാണ്. രണ്ടാമത് നമുക്ക് ആവശ്യമുള്ള ആ ഒരു വാല്യൂ കപ്പാസിറ്റർ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. തന്നെയല്ല കുറച്ച് വിലയും കൂടുതലായിരിക്കും ടാൻറ്റലം കപ്പാസിറ്റേഴ്സിന്. അപ്പോൾ ഈ ടാൻറ്റലം കപ്പാസിറ്റർ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആക്യുറേറ്റ് വാല്യൂ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സർക്യൂട്ടുകളിൽ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലൊക്കെ ടാൻറ്റലം കപ്പാസിറ്റേഴ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ടാൻറ്റലം കപ്പാസിറ്റേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒരുപാട് വൈകി ആണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഈ പ്രോജക്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 3-വേ ടോൺ കൺട്രോളാണ്. ബാസ്, ട്രിബിള്, മിഡ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്കൊരു വോളിയം കൺട്രോൾ, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ആണെങ്കിൽ കൺട്രോൾസ്, ടോൺ കൺട്രോൾ നമുക്ക് ഈ ബോർഡിൽ തന്നെ വെച്ച് ഇവിടെ സോൾവ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വോളിയം ഇതിനകത്ത് തന്നെ നമുക്ക് കൺട്രോൾ ഇതിൽ തന്നെ സോൾവ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ബോർഡ് യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന അതേ സെയിം വാല്യൂ കൺട്രോൾസ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം കൺട്രോൾസിൻ്റെ വാല്യൂ മാറുമ്പോൾ ഇതിൻ്റെ നമ്മളെ പ്ലാൻ ചെയ്തേക്കുന്ന അതേ കറക്റ്റ് ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിനെ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന അതേ സെയിം കൺട്രോൾ തന്നെ, അതേ വാല്യൂ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇതിൽ തന്നെ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിൽ തന്നെ നമുക്ക് വോളിയം കൺട്രോൾ അല്ലെങ്കിൽ ഇതിൽ തന്നെ ഈ കൺട്രോൾസ് എല്ലാം സോൾവ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ബോർഡിനുള്ള സൈസുള്ള പാനൽ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ പരിപാടിയൊക്കെ നടക്കും. വയറിങ് വളരെ കുറച്ച് മാത്രം വയറിങ് ആണ്. അത് തന്നെയല്ല വളരെ നോയ്സ് ഫ്രീ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിന് വേറെ ഒരു അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബോർഡിൽ നമ്മൾ ചില USB മോഡ്യൂളൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കും, ഒരു കരുത്തില്ലാത്ത ഓഡിയോ ആയിരിക്കും വരുന്നത്, അല്ലേ? ഇതിനകത്ത് അങ്ങനെയല്ല. നമ്മൾ ഏതൊരു ഓഡിയോ ആണ് ഇതിനകത്തേക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്, ആ ഇൻപുട്ട് കൊടുക്കുന്ന ഓഡിയോ ഒന്നും കൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്തിട്ട് ആ ഒരു വെയിറ്റോട് കൂടിയുള്ളൊരു ഓഡിയോ ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരിക. അപ്പോൾ അതുപോലെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു 3-വേ ടോൺ കൺട്രോൾ ബോർഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബോർഡിൻ്റെ ആ ഒരു പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ. നല്ല റിസൾട്ട്, നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് ഉള്ള ഒരു ഓഡിയോ ബോർഡാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങൾ ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് എന്നെ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഞാനത് കൊറിയറായിട്ട് അയച്ചു തരാം. ഓക്കെ, പിന്നെ വേറെയും കുറച്ച് പ്രോഡക്റ്റ് വരുന്നുണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത ഒരു പ്രോജക്റ്റ് വരാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ് ഇത്. ഓഡിയോ സ്വിച്ചിങ് ആണ്, അതായത് ഓക്സ് സെലക്ടർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഓഡിയോ സ്റ്റീരിയോ സെലക്ടർ എന്നൊക്കെ പറയാം. ഈ സ്റ്റീരിയോ ഒക്കെ അസംബിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ കൂടുതലും ആവശ്യം. ഇതിൻ്റെയൊക്കെ പല മോഡലും ഒക്കെ മാർക്കറ്റിൽ വരുന്നുണ്ട്. അതിൽ ഒരു റോട്ടറി സ്വിച്ച്, ടക്ക് ടക്ക് എന്നിങ്ങനെ തിരിയുന്ന റോട്ടറി സ്വിച്ച് ഉപയോഗിച്ച് റിലേ ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്ന സംവിധാനമാണ്. അതിൻ്റെയൊക്കെ ലൈഫ് എത്രയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെയൊക്കെ സ്വിച്ച് ചെയ്യിപ്പിക്കുന്നത് ഒരു വളരെ ചെറിയ ഒരു സ്വിച്ചിങ് തന്നെയാണ്. ഒരു റോട്ടറി സ്വിച്ച് ഉപയോഗിച്ചിട്ട് അതിനെ ഒരു റിലേ കൺട്രോൾ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഈ റോട്ടറി സ്വിച്ചിൻ്റെ പരിപാടി എന്ന് തീർന്നോ അന്ന് ആ ബോർഡ് അതിൻ്റെ പരിപാടി അവസാനിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾ ഇതുപോലത്തെ ഈ സ്വിച്ചില്ലേ, ഇതുപോലെ സ്വിച്ചുകളൊക്കെയാണല്ലോ സാധാരണ നമ്മൾ സ്റ്റീരിയോ സെലക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ച് എന്ന് വെച്ചാൽ മാക്സിമം 6 മാസം കാലാവധി, അതിനുമ്പോൾ ഈ സാധനം വെടിതീരും. പക്ഷേ ഇതുപോലെയുള്ള ബോർഡുകൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലത്തും ഇതിന് കംപ്ലൈൻറ്റ് വരത്തില്ല. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ചെക്കിങ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഉള്ള ഒരു അവസ്ഥയാണുള്ളത്. ഒന്നുമില്ല, സിമ്പിൾ ഈ ഒരു സിംഗിൾ വോളിയം കൺട്രോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് 1, 2, 3, 4, 5, അതായത് ഒരു USB-യും ബാക്കി 4 ഓക്സും സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന സംവിധാനം കേട്ടോ. നല്ല അടിപൊളിയായ സാധനമാണ്. ഇതും ഉടനെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഈ ടോൺ കൺട്രോൾ ബോർഡ് നമുക്കൊരു സിസ്റ്റത്തിൽ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ ഒരു അസംബ്ലിംഗ് ഒക്കെ ചെക്ക് ചെയ്യാനും ഇതുപോലെയുള്ള പുതിയ ബോർഡുകൾ അതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റും ടെസ്റ്റിങ്ങിനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഒരു MDF-ൽ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ സിസ്റ്റമാണിത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ബോർഡ് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇതിൻ്റെ കൺട്രോൾസ് ഇതാണ് ട്രിബിൾ കൺട്രോൾ, ഇത് മിഡ് കൺട്രോൾ, ഇതാണ് ബേസ്, ഇതാണ് വോളിയം. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു USB ബ്ലൂടൂത്ത് പാനലും നമ്മളത് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഈ ഫോണിൽ നിന്നും നമ്മൾ ബ്ലൂടൂത്ത് വഴിയാണ് നമ്മൾ ഓഡിയോ പ്ലേ ചെയ്യുന്നതും അതിൻ്റെ റിസൾട്ട് ഈ ഒരു മൊബൈൽ ഫോൺ ത്രൂ നമ്മൾ ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ടോണിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടോൺ സെറ്റ് ചെയ്യുന്ന ടോൺ മറ്റ് 2 കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്താലും ഇപ്പോൾ ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിക്ക് യാതൊരു വ്യത്യാസം വരാതെ മിഡാണെങ്കിൽ മിഡ് മാത്രം, ബേസ് ആണെങ്കിൽ ബേസ് മാത്രം കൂടുന്ന ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് പ്ലേ ചെയ്യാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ബോർഡിന് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.